ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം. അങ്ങനെ 3 സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് എക്സാംസും കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷന്റെ ടൈമാണ്. അപ്പോൾ മെയിൻസ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസിനും ചില പ്രത്യേകത ഉണ്ട് കേട്ടോ, ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് ഓൺവേർഡ്സ് ആണ് സ്പെഷ്യൽ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 13 മാർക്കായിരുന്നു സിലബസിൽ പറഞ്ഞത്, പക്ഷേ 15 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ആകെ ചോദിച്ച 15 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്ന 2 ചോദ്യങ്ങളുണ്ടല്ലോ, അത് രണ്ടും UGC ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മെയിൻസ് ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കുറെ പോയിന്റ്സ് അങ്ങ് മഗപ്പ് ചെയ്താൽ മതിയോ, അതോ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺസെപ്ച്വൽ ആയിട്ട് അതിന്റെ പ്രിമിസ് മനസ്സിലാക്കി പഠിക്കണമെന്നുള്ള കാര്യം ഈ 2 ക്വസ്റ്റ്യൻസിലൂടെ എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കേ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, which were the 3 universities that came under University Grants Committee which was formed based on Sargent Report of 1945? ഓക്കെ, അപ്പൊ ഇത് UGC ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന UGC നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതെന്തല്ല, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അല്ല, മറിച്ച് എന്താണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ UGC എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചാണ് പഠിച്ചു തുടങ്ങേണ്ടത്. ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് പോയിന്റ് നമ്മൾ അതിനായിട്ട് എടുക്കണം. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയുന്ന റെഫറൻസ് പോയിന്റ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ശ്രദ്ധിച്ചെന്താണ്, രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണെന്ന് അറിയാവോ? രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അല്ലെ വിദ്യാഭ്യാസ സംബന്ധിയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണെന്ത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെ രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിന്റെ ചെയർമാൻ രാധാകൃഷ്ണൻ ആയതുകൊണ്ടാണ് അതിനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നത്. കമ്മീഷന്റെ ശരിക്കുള്ള പേര് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ശരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സിലബസ് തുടങ്ങുന്നത് പോലും എന്ത് പറഞ്ഞുകൊണ്ടാണ്, ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948, 49 പറഞ്ഞാണ്, അല്ലെ അതിലാണ് നമ്മുടെ സിലബസ് ആരംഭിക്കുന്നത് പോലും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, UGC എന്ന് പറയുന്ന ഈ ടോപ്പിക് അല്ലെ നമുക്ക് ഇന്ന് ഈ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, UGC ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ രാധാകൃഷ്ണൻ കമ്മീഷനെ റെഫറൻസ് ആയിട്ട് എടുക്കുക. റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ UGC പഠിക്കേണ്ടത് രാധാകൃഷ്ണൻ കമ്മീഷന് മുൻപും രാധാകൃഷ്ണൻ കമ്മീഷന് ശേഷവും. കാരണം രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നതിന് മുമ്പ് ഒരു UGC ഉണ്ടായിരുന്നു, അതാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി. ഇനി രാധാകൃഷ്ണൻ കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം മറ്റൊരു UGC 53 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ആ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടുന്നത് 56 അത് നമുക്ക് പറയാം. അപ്പം UGC 2 ഉണ്ട്. ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പ് ഒരു UGC ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ കമ്മീഷന് ശേഷം എന്തുണ്ട്, ഒരു UGC ഉണ്ട്. ഓക്കെ, അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പുള്ള UGCയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലിമിറ്റഡ് UGC ആയിരുന്നു. എന്താണ്? ഒരു ലിമിറ്റഡ്, പരിമിതികളോട് കൂടിയ ഒരു UGC ആയിരുന്നു. കാരണം ആ ഒരു UGC നിലവിൽ വന്നത് ബ്രിട്ടീഷ് ഭരണ കാലയളവിൽ 1945 അതായത് സാർജന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി നിലവിൽ വന്നത്. അതിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണെന്ന് പറയാൻ കാരണം the number of universities which directly came under its mandate എന്ന് പറയുന്നത് was just 3. 3 യൂണിവേഴ്സിറ്റികളുടെ ഓവർസീയിങ്ങും കൺട്രോളും മാത്രമേ ഏതിനുണ്ടായിരുന്നുള്ളൂ, ആ ലിമിറ്റഡ് UGC അല്ലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 3 യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. എന്നാൽ ഇന്ന് നിലവിലുള്ള, അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന UGC ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അതെന്താണ്, അത് വളരെ വൈഡൻഡ് ആയിട്ടുള്ള സ്കോപ്പ് ഉള്ള ഒരു UGC ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഈച്ച് ആൻഡ് എവറി യൂണിവേഴ്സിറ്റീസ് അത് റൺ ചെയ്യുന്ന കോഴ്സസ് കാര്യങ്ങളെല്ലാം ആരുടെ ഓവർസീയിങ്ങിലാണ് വരുന്നത്? പിൽക്കാലത്ത് ഈ 1953 രൂപം കൊണ്ട് 56 സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയ UGCയുടെ മാൻഡേറ്റിൽ വരുന്നതാണത്. അപ്പൊ പഴയ UGCയും പുതിയ UGCയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പഴയ UGC സാർജന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന UGCക്ക് 3 യൂണിവേഴ്സിറ്റീസിന്റെ ഓവർസീയിങ് അല്ലെങ്കിൽ ഫണ്ടിങ് ചാർജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റി? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അതായിരുന്നു കഴിഞ്ഞ തവണത്തെ UGCയിൽ നിന്നുള്ള വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ്. അതായിരുന്നു, ഇതാ നോക്കൂ, വായിച്ചു നോക്കൂ.
which of the three universities that came under University Grants Committee, which were the three universities that came under the University Grants Committee, which was formed based on Sargent report of 1944-45? ഏതാണ് ആൻസർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കൂ, ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്മറി നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റുമോ നോക്കേ. ഒരു വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എടുത്തേ. ഏതാ ആൻസർ? ആൻസർ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നു? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പം ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് അലിഗർ, ബനാറസ് ആൻഡ് ഡൽഹി അല്ലേ? അലിഗർ, ബനാറസ് ആൻഡ് ഡൽഹി. ഇത് മൂന്നുമാണ് എന്ത്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന 3 യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന നമുക്ക് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന UGC 2020 പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു കംപ്ലീറ്റ് ഓവർഹോളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ UGCയിൽ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഹാവിങ് സെഡ് സോ, അത് ജസ്റ്റ് ഫോർ ദ ടൈം പീരീഡ് കീപ് ഇറ്റ് അസൈഡ്. അതിനെപ്പറ്റി നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പോൾ ഉള്ള UGCയെ സംബന്ധിച്ചിടത്തോളം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളൊന്ന് ഓർക്കുക. അത്തരത്തിലൊരു UGC വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ആരാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതുകൊണ്ടാണ് ഞാൻ രാധാകൃഷ്ണൻ കമ്മീഷന് മുന്നേയും രാധാകൃഷ്ണൻ കമ്മീഷന് ശേഷവും എന്ന് പറഞ്ഞത്. അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ് ആവശ്യപ്പെട്ടത്? രാധാകൃഷ്ണൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രാജ്യത്ത് നിലവിൽ വരണം. അതായത് നിലവിലുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ സ്കോപ്പ് വൈഡൻ ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വരണം. എന്തിന്റെ മാതൃകയില്? ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ മാതൃകയിൽ നമ്മുടെ ഇന്ത്യയിലും സർവകലാശാലകളെയും അതിന്റെ കോഴ്സസും അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഓവർസീ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടന്റെ മാതൃകയിൽ ഒരു UGC വേണമെന്നുള്ള റെക്കമെൻഡേഷൻ വന്നു. മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറഞ്ഞു, അതിനൊരു ഫുൾ ടൈം ചെയർമാനും അംഗങ്ങളും എന്ത് ചെയ്യണം? എമിനന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റുകളിൽ നിന്ന് കണ്ടെത്തി അപ്പോയിന്റ് ചെയ്യണം. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇറ്റ് സ്കോപ്പ് മസ്റ്റ് ബി വൈഡ് ആൻഡ് ടു അലക്കേറ്റ് ഫണ്ട്. ഇത് പ്രധാനമായിട്ടും എന്തായിരിക്കണം? രാജ്യത്തെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫണ്ടിങ്ങും അതുപോലെ അതിന്റെ നിലവാരവും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിരിക്കണം. സോ ഇങ്ങനൊരു റെക്കമെൻഡേഷൻ എവിടെ ഉണ്ടായിരുന്നു? രാധാകൃഷ്ണൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു ഭാഗം, ഇതാണ് ഒരു ആസ്പെക്ട്. ഇനി നമുക്കറിയാം UGC എന്തല്ല. UGC എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒന്നുമല്ല. ഓക്കെ, UGC എന്തല്ല? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒന്നുമല്ല. പക്ഷേ UGCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഉണ്ട്. കാരണം ഇത് പറയാനായിട്ട് കാരണം ഇതിൻ്റെ അകത്തൊരു ചെറിയ നിങ്ങളുടെ ഒരു ധാരണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ധാരണ കൂടി ഒന്ന് തിരുത്തുകയോ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ പൊതുവെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു ടോപ്പിക് ആണെന്നായിരിക്കും നിങ്ങളിപ്പോൾ കരുതി വെച്ചിരിക്കുന്നത് അല്ലേ? എഡ്യൂക്കേഷൻ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം ഒറിജിനലി അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരുന്നു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ എഡ്യൂക്കേഷൻ എങ്ങോട്ട് പോയി? കൺകറന്റ് ലിസ്റ്റിലോട്ട് പോയി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, രാജ്യത്തെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബീറ്റ് അറ്റ് എനി ലെവൽ, അത് സ്കൂൾ ലെവൽ ആണെങ്കിലും ശരി, ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് നിലവാരം നിശ്ചയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മാൻഡേറ്റ് ആർക്ക് മാത്രമാണ്? അത് സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ്. സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന എൻട്രീസ് അടങ്ങിയ ലിസ്റ്റിനെ നമ്മൾ എന്താ പറയുന്നത്? യൂണിയൻ ലിസ്റ്റ് എന്നല്ലേ പറയുന്നത്. നിങ്ങൾ യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 66 ഒന്ന് നോക്കേ. കോർഡിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓർ റിസർച്ച് ആൻഡ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇത് ആരുടെ മാൻഡേറ്റ് ആണ്? ഇത് പാർലമെന്റിന്റെ മാൻഡേറ്റ് ആണ്. ഇത് ആരുടെ മാൻഡേറ്റ് ആണ്? പാർലമെന്റിന്റെ മാൻഡേറ്റ് ആണ്. അപ്പം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മിക്ക പ്രൊവിഷനും ഇന്നൊരു കൺകറന്റ് മാറ്റർ ആണെന്നിരിക്കലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നിലവാരം നിശ്ചയിക്കാനുള്ള മാൻഡേറ്റ് എൻട്രി 66 പ്രകാരം ഇന്നും ആരിലാണ് നിക്ഷിപ്തം? പാർലമെന്റിലാണ് നിക്ഷിപ്തം. ഇന്നും ആരിലാണ് നിക്ഷിപ്തം? പാർലമെന്റിലാണ് നിക്ഷിപ്തം. ഓക്കെ, അപ്പൊ UGC ആക്ട് 1956 പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുന്നിൽ 2 ആസ്പെക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്,
ബ്രിട്ടന്റെ മാതൃകയിൽ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വേണം, നിലവിലുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷനും ഉണ്ട്. രണ്ടാമത്തത് എൻട്രി 66 പറഞ്ഞിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എൻട്രി 66 ഉൾക്കൊള്ളിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് എന്താണ്? കോർഡിനേഷനും അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നതിനുള്ള ബാധ്യത പാർലമെന്റിനാണ് എന്നുള്ള ആസ്പെക്ട്. അപ്പൊ ഈ രണ്ട് ആസ്പെക്റ്റുകളും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് നിലവിൽ വരുന്നത്? UGC ആക്ട് 1956 നിലവിൽ വരുന്നത്. UGC രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം 53 തന്നെ നിലവിൽ വരുന്നുണ്ട്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി പിന്തുണ അല്ലെ പിൻബലം കിട്ടുന്നത് എപ്പോഴാണ്? ഈ 1956 UGC ആക്ടോട് കൂടിയാണ്. ഓക്കെ, അപ്പൊ UGC ആക്ടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2 prong ആണെന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? അതിൻ്റെ അകത്ത് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷനും കിടപ്പുണ്ട്, അതുപോലെ തന്നെ ആ എൻട്രി 66 പ്രകാരമുള്ള പാർലമെന്റിന്റെ മാൻഡേറ്റും കിടപ്പുണ്ട്. അപ്പൊ പാർലമെന്റിന്റെ മാൻഡേറ്റും രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷനും കൂടെ ജീവൻ നൽകുന്നതിന് വേണ്ടി, അതിന് ലൈഫ് നൽകുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനെ ഊന്നൽ നൽകിക്കൊണ്ടാണ് എന്ത് വരുന്നത്? UGC ആക്ട് നിലവിൽ വരുന്നത്, 1956 എന്നുള്ള നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അതാ നോക്കൂ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, UGC ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 56 UGC ആക്ട് നിലവിൽ വരുന്നത്. 56 നിലവിൽ വരുന്നത്. പക്ഷേ UGC ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്ന 1953 ഇറ്റ് ടുക്ക് അനദർ 3 years ഫോർ ദിസ് ആക്ട് ടു കം ഇൻ ടു എഫക്ട്. ഓക്കെ, അങ്ങനെ ആക്ട് നിലവിൽ വന്നാൽ, ഞാൻ വീണ്ടും പറയുന്നു, 2 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ 2 റെക്കമെൻഡേഷൻസ്, ഒന്ന് ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ്, മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ്. കമ്മീഷൻ റെക്കമെൻഡേഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് എന്ന് പറയുന്നത് എൻട്രി 66 ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഇത് രണ്ടും പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്ത് 1956 നിയമം നിലവിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് നോക്കും. UGC ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അത് ആ എൻട്രി 66 അല്ലേ? ആ എൻട്രി 66 ലൈഫ് കൊടുത്തുകൊണ്ടല്ലേ ഈ നമ്മുടെ UGC നിലവിൽ വന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ UGCയുടെ മാൻഡേറ്റ് ഇനി കാണാതെ പഠിക്കണ്ട, നിങ്ങൾ എന്തോർത്താ മതി? യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 66 ഓർത്താ മതി. യൂണിയൻ ലിസ്റ്റിൽ എന്തോർത്താ മതി? എൻട്രി 66 ഓർത്താ മതി. അപ്പം മച്ച് ഓഫ് ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഓർ ഹയർ എഡ്യൂക്കേഷൻ ആർ ആക്ച്വലി മൂവ്ഡ് ടു ദ കൺകറന്റ് ലിസ്റ്റ്, ബട്ട് വാട്ട് റിമെയിൻസ്? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നിശ്ചയിക്കാനുള്ള അധികാരം ആരിലാണ്? എൻട്രി 66 പ്രകാരം ഇപ്പോഴും പാർലമെന്റിന് തന്നെയാണ്. ഈ എൻട്രി 66 നിന്നാണ് എന്ത് ഉത്ഭവിച്ചത്? UGC ഉത്ഭവിച്ചത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന AICTE അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്ന ഏജൻസി, ഇതെല്ലാം ഏതിൽ നിന്നാണ് അതിന്റെ ഒരു ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത്? എൻട്രി 66 നിന്നാണ്. ഓക്കെ, സോ ഇങ്ങനെ വേണം നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, സാധാരണ നിലയ്ക്ക് UGC എന്ന് ചോദിച്ചാൽ നമ്മൾ പുതിയ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ തന്നെ ഓർക്കുക. പഴയ UGC അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വരത്തില്ല. വരികയാണെങ്കിൽ അവരത് എടുത്ത് പറയും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി എന്ന് പറയും. അല്ല, സിംപ്ലി UGC എന്ന് വന്നു കഴിഞ്ഞാൽ 53 ഉദ്ഘാടനം ചെയ്യപ്പെട്ട 56 സ്റ്റാറ്റ്യൂട്ടറി പിൻബലം ലഭിച്ച UGC ആണ്. UGC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്, ആൻസർ ഏതാണ്? ആൻസർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ ഓഫ് UGC? UGCയുടെ നിയമപരമായിട്ടുള്ള ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ടു അപ്പോയിന്റ് ടീച്ചിങ് ഫാക്കൽറ്റീസ് ഇൻ യൂണിവേഴ്സിറ്റീസ്, ടു കൺട്രോൾ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ഇൻ യൂണിവേഴ്സിറ്റീസ്, ടു ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ്. ഏതാണ് ആൻസർ? ടു ഡിറ്റർമൈൻ ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ യൂണിവേഴ്സിറ്റീസ്. ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് അണ്ടർ എൻട്രി 66 ആണ്. എൻട്രി 66 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് UGC? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്
ചോദ്യം. നോക്കാം. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956 ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ശരിയാണ്. ഇറ്റ് ഈസ് ടാസ്ക്ഡ് വിത്ത് പ്രൊമോട്ടിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ഹയർ എഡ്യൂക്കേഷൻ. ശരിയാണ്. ഇറ്റ് റിസീവ്സ് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ ഫണ്ട്സ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. അതും ശരിയാണ്. അത് ഹിസ്റ്റോറിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. കാരണം 2017 മാത്രമാണ് നമ്മുടെ ബഡ്ജറ്റിംഗിൽ നിന്ന് എന്തെടുത്ത് മാറ്റപ്പെട്ടത്, പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ മാറ്റിയിട്ട്, കാരണം പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്തതിനു ശേഷം എന്തില്ല, ഈ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ എവിടെ ഇല്ല, ബഡ്ജറ്റിംഗിലില്ല. അതെടുത്ത് മാറ്റപ്പെട്ടത് 2017 ഓൺവേർഡ്സ് ആണ്. 12th 5-year പ്ലാൻ അവസാനിക്കുന്നത് 2017 സോ 53 തൊട്ട് ഏതാണ്ട് 2017 വരെയും ഈ പറയുന്ന പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ ഫണ്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു. ആർക്ക്? UGC കിട്ടുന്നുണ്ടായിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചാണ് UGC എന്ത് ചെയ്യുന്നത്, രാജ്യത്തെ മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫണ്ടിങ് നൽകിക്കൊണ്ടിരുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 2017 ശേഷവും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തന്നെയാണ് UGCക്ക് ബഡ്ജറ്റ് അലൊക്കേഷൻ ആയിട്ട് ഫണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ അല്ലെന്നേ ഉള്ളൂ, പക്ഷെ അതൊരു ഹിസ്റ്റോറിക്കലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതല്ല അവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതല്ല തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഇറ്റ് റിസീവ്സ് ഫണ്ട്സ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്. തെറ്റാട്ടോ. ഇതിന് ഫണ്ട് കിട്ടുന്നത് എവിടെയാണ്? ബഡ്ജറ്ററി അലൊക്കേറ്റഡ് ആയിട്ടുള്ള യൂണിയൻ ഗവൺമെന്റിൽ നിന്നാണ് ഇതിന് ഫണ്ട് കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് UGC? താഴെ തന്നിട്ടുള്ളതിൽ UGCയുടെ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് ഏതാണ് ചോദ്യം. നോക്കിയിട്ട് പറയൂ. ടു റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, to maintain discipline in campuses of institutions of higher education, to fund research projects of faculty, to suggest model curriculum to the universities. ഇതിൽ ഏതാണ് UGCയുടെ ദൗത്യം അല്ലെങ്കിൽ ഫംഗ്ഷൻസിൽ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. To maintain discipline in campuses of institutions of higher education, അതത് യൂണിവേഴ്സിറ്റീസും അതത് കോളേജുകളാണ് അത് ചെയ്യേണ്ടത്. അത് UGCയുടെ മാൻഡേറ്റ് അല്ല. UGCയുടെ മാൻഡേറ്റിൽ ബാക്കി കാര്യങ്ങളൊക്കെ വരും. അതാണ് ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് നിശ്ചയിക്കാനുള്ള ബാധ്യത UGCക്കാണ്. റിസർച്ച് പ്രോജക്ട്സ് ഓഫ് ഫാക്കൽറ്റി ഫണ്ട് ചെയ്യുക, ഓക്കെ, റിസർച്ചിനായിട്ട് ഫണ്ട് ചെയ്യുക. ടു സജസ്റ്റ് മോഡൽ കരിക്കുലം ടു ദ യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം UGCയുടെ ഫംഗ്ഷൻ ആണ്. എന്നാൽ ക്യാമ്പസിൽ ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതൊന്നും, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊന്നും എന്തിന്റെ ഉത്തരവാദിത്വം അല്ല, UGCയുടെ ഉത്തരവാദിത്വം അല്ല. ഓക്കെ, സോ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. ആ സോൾവ് ചെയ്ത 2 ചോദ്യങ്ങളും ഏതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്? UGC ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മൊത്തം 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ 2 UGC ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ UGC നിങ്ങൾ എങ്ങനെ ഓർക്കുക? രാധാകൃഷ്ണൻ കമ്മീഷന് മുന്നേയും രാധാകൃഷ്ണൻ കമ്മീഷന് ശേഷവും ഒന്നും ഓർക്കുക. രാധാകൃഷ്ണൻ കമ്മീഷന് ശേഷം വന്ന UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലും എൻട്രി 66 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിലവിൽ വന്നതെന്ന് ഓർക്കുക. 1956 നിയമപ്രകാരമാണ് UGC ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.